കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളൊരു മീൻകറിയാണ് തയ്യാറാക്കുന്നത്. ഇതാ നമ്മൾ ചെറിയുള്ളി ഇല്ലാട്ടോ, അന്നേരം വലിയൊരു സവാളയാണ് എടുത്തേക്കുന്നത്. പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, വലിയ ജീരകമാണ് കേട്ടോ. നമ്മൾ ലേശം കുടംപുളിയല്ല വാളംപുളിയാണ് എടുത്തേക്കുന്നത്. മീനൊക്കെ നന്നാക്കി വന്നിട്ടോ. അങ്ങനെ നമ്മൾ ലേശം തേങ്ങ ചെറുകിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റുകളും. പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ നല്ല ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായി കൈ കൊണ്ട് തിരിഞ്ഞെടുക്കട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ഇടാം. പിന്നെ ഇഞ്ചിയൊക്കെ ഇവിടെ പിന്നാത്ത ആൾക്കാരുണ്ട്, അന്നേരം അവരെ പെറുക്കി മാറ്റാനായിട്ടോ ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടേക്കുന്നു. കരിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരിഞ്ഞെടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ചേർക്കണേ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ വില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തിരിഞ്ഞെടുക്കുക കേട്ടോ. ചട്ടിയിലേക്ക് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിലേക്ക് കുഞ്ഞു ചട്ടിയില്ല, വലിയ ചട്ടിയാണ് മീൻ കറി വയ്ക്കുന്ന ഭാഗത്ത് ലേശമാണ് വെക്കുന്നത്. നന്നായി തിരിഞ്ഞെടുക്കുക. തിരിഞ്ഞെടുത്ത് എനിക്ക് നമ്മൾ നന്നാക്കി വെച്ചാൽ മീൻ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മത്തിയാണ് തീരെ വയ്ക്കുന്നതെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ മുള്ളുണ്ടാവുമെന്ന് മാത്രം. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് മത്തിക്ക്. ഇങ്ങനെ ലേശം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പുളി നമ്മൾ വെള്ളത്തിട്ട് വെച്ചായിരുന്നല്ലോ. കുടംപുളി ആകുമ്പോൾ ലേശം ഉപ്പിട്ടിട്ട് ഒന്ന് വെള്ളത്തിട്ട് വെക്കണം. വാളംപുളി ആയതുകൊണ്ട് ലേശം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ചൂടുവെള്ളത്തിലിട്ട് അത്രയും ബെസ്റ്റ് കേട്ടോ. ലേശം വെളിച്ചെണ്ണയും കൂടി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. കൈ കൊണ്ട് വേണമെങ്കിൽ തിരിഞ്ഞ് മിക്സാക്കാം കേട്ടോ. മീനൊന്നും അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞൊന്നും പോകത്തില്ല. പുളിവെള്ളം കൂടി ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സാക്കി നടുക്കിൽ വയ്ക്കുക കേട്ടോ. നമ്മൾ മീൻ തീരെ 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. അറിയാത്ത കൂട്ടർക്ക് വേണ്ടിയാണ് കേട്ടോ. ലേശം വെള്ളമൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളി ലേശം വെള്ളവും തോന്നുന്ന പോലെ. അന്നേരം ഇതാണ് നമ്മൾ മീൻകറിക്കുള്ള മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഒന്ന് തള വരുമ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. മീനൊന്ന് പൊട്ടിപ്പോകാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളമൊക്കെ ലേശം കൂടി വറ്റാനുണ്ട്. പുളിവെള്ളമൊക്കെ നല്ലോണം അതിലേക്ക് പിടിച്ച് വരണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇനി മൂടി വെച്ച് കൊടുക്കണ്ട. ഇളക്കുമ്പോൾ അങ്ങനെ ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. വറ്റി വന്നതിന് ശേഷം ലേശം വെളിച്ചെണ്ണ കൂടി ഇട്ടിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ കിടന്നിട്ട് അതൊന്ന് ഈ ചെറുങ്ങനെ ഒന്ന് അയച്ചെടുക്കുക. ഒന്ന് അടച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ മീൻ ചീര തയ്യാറായിട്ടുണ്ട് കേട്ടോ. മീൻ കൂടി ചോറിനൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ബാക്കിയുള്ള മീനാണ് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി മുളക് തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.